അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൽമുൽ അറൂദിൽ 15+1 16ഓളം ബഹ്റുകൾ പഠിക്കാനുണ്ട് എന്ന് നമുക്കറിയാം. അൽഹംദുലില്ലാ, അതിലുള്ള 11 ബഹ്റുകൾ നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ബഹ്റുകളുടെ എല്ലാം സീഗകൾ ഉണ്ടായിത്തീരുന്നത് ഏതെല്ലാം ജുസ്ഉകൾ ഉപയോഗിച്ചിട്ടാണ്, ആ ബഹ്റിലെല്ലാം അറൂദുകളും ലർബുകളും ഏതെല്ലാം രൂപത്തിൽ വരും എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് 12ാമത്തെ ബഹ്റാണ്. കിതാബിലേക്ക് നോക്കുക. അസാനി അഷറ, 12ാമത്തെ ബഹ്ർ അൽ മുലാരിഉ. ഓക്കെ, മുലാരിഉ എന്നാണ് അതിൻ്റെ പേര്. വ അജ്സാഉഹു, മുലാരിഉ എന്നുള്ള ബഹ്റുണ്ടായിത്തീരുന്ന ജുസ്ഉകൾ എന്താണെന്ന് വെച്ചാൽ മഫാഈലുൻ, ഫാഇലാത്തുൻ, മഫാഈലുൻ മറത്തൈനി, 2 പ്രാവശ്യം മഫാഈലുൻ, ഫാഇലാത്തുൻ, മഫാഈലുൻ എന്ന് പറയുന്നതാണ് മുലാരിഉ എന്നുള്ള ബഹ്ർ എന്നർത്ഥം. എന്നാൽ ഈ ബഹ്റിനൊരു പ്രത്യേകതയുണ്ട്. മജ്സൂഉൻ വുജൂബൻ, നിർബന്ധമായിട്ടും ഈ ബഹ്ർ മജ്സൂ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 2 മിസ്രയിലെയും അവസാനത്തെ ജുസ് കളയപ്പെട്ടതായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി അതിലെ അറൂദും ലർബും ഒരേ രൂപത്തിൽ മാത്രമേ വരികയുള്ളൂ. അറൂദുഹു വാഹിദത്തുൻ, അറൂദ് 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വഹീഹത്തുൻ, അത് യാതൊരു തരത്തിലുള്ള സിഹാഫോ ഇല്ലത്തോ ഒന്നും ബാധിക്കാത്തതായിരിക്കും എന്നർത്ഥം. വ ലർബുഹ മിസ്ലുഹ, അങ്ങനെ വരുന്ന അറൂദിനോടൊപ്പം വരുന്ന ലർബ് മിസ്ലുഹ, ആ അറൂദിനെ പോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വഹീഹത്ത് തന്നെയായിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതിൻ്റെ താഴെ നൽകിയിട്ടുള്ളത്. വ ബൈത്തുഹു, അതിൻ്റെ ബൈത്ത് ഒന്ന് നോക്കാം. ദഅനി ലാ സുഅദ ദവാഇഹ വ സുഅദ. ഓക്കെ, ആ ബൈത്ത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കിയാൽ നമുക്ക് സ്വഹീഹത്തായിട്ടുള്ള അറൂദും ലർബും ലഭിക്കുന്നതാണ്. ഒന്നാമതായിട്ട് ദഅനി ഈ എന്നുവരെയുള്ള ഭാഗം, ആ ഈ എന്നുള്ളതിന് ശേഷം ഒരു യാ കൂടി സങ്കല്പിക്കണം. ഈ എന്ന് നീട്ടിയാൽ നമുക്കവിടെ മഫാഈലുൻ എന്ന് ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലാ സുഅദ എന്നുവരെയുള്ള ആ മിസ്റഇൻ്റെ അവസാനം വരെയുള്ള ഭാഗത്ത് ഫാഇലാത്തുൻ എന്നുവരെയുള്ള ഭാഗം നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മിസ്റയിൽ ദവാഇഹ, ഈ ഹാഇന് ശേഷം ഒരു അലിഫ് കൂടി സങ്കല്പിച്ചാൽ നമുക്ക് അവിടെ അടുത്ത മഫാഈലുൻ എന്ന് ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വാ സുആദ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഫാഇലാത്തുൻ എന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും അറൂദും ലർബും ഒരു കുഴപ്പവുമില്ലാത്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഈ വിഷയത്തിൽ വരുന്ന മുലാരിഉ എന്നുള്ള ബഹ്റിൽ വരുന്ന സിഹാഫ് നമുക്ക് താഴെ നോക്കാം. ഓക്കെ, താഴെ നോക്കിയാൽ സിഹാഫുഹുൽ ഖബ്ലു വൽ കഫു എന്ന് നമുക്ക് കാണാം. ഓക്കെ, സിഹാഫുഹു, ഈ മുലാരിഉ എന്നുള്ള ബഹ്റിൽ വരുന്ന സിഹാഫ് 1ാമത്തെ നമ്പറിലാണ് നോക്കേണ്ടത്. അൽ ഖബ്ലു വൽ കഫു, ഖബ്ൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫുൽ ഖാമിസി സാക്കിൻ. ഓക്കെ, 5ാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ്. മഫാഈലുൻ എന്നുള്ളതിൽ ആ യാഇനെ കളഞ്ഞ് മഫാഇലുൻ എന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബ്ൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കഫ് എന്ന് പറഞ്ഞാലോ ഹദ്ഫു സാബിഉ സാക്കിൻ, അല്ലേ, 7ാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ്. അതായത് മഫാഈലുൻ എന്നുള്ളതിനെ മഫാഈലു എന്നാക്കുന്നതിനെയാണ്, ഫാഇലാത്തുൻ എന്നുള്ളതിനെ ഫാഇലാത്തു എന്നാക്കുന്നതിനെ കുറിച്ചാണ്. അതായത് അവസാനത്തെ സാക്കിനായിട്ടുള്ള നൂനിനെ കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഖബ്ലും കഫും വന്നിട്ടുള്ള മുലാരിഉ എന്നുള്ള ബഹ്റിലെ ഒരു ബൈത്താണ് താഴെ നൽകിയിട്ടുള്ളത്. വഖദ് റഅയ്തുർ റിജാല ഫമാ അറാ മിസ്ല സൈദിൻ. ഓക്കെ, അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് വഖദ് റഅയ്തു എന്നുവരെയുള്ള ഭാഗം. ഓക്കെ, വഖദ് റഅയ്തു എന്നുള്ളതിൽ ആ അവസാനത്തെ യാ വരെ, അതായത് സാക്കിനായിട്ടുള്ള യാ വരെയുള്ള ഭാഗം വഖദ് റഅയ് എന്നുവരെയുള്ള ഭാഗത്ത് നമുക്ക് മഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. അതായത് ഖബ്ൽ ബാധിച്ച മഫാഇലുൻ എന്നുള്ള വസ്ന് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തുർരിജാല എന്നുള്ളിടത്ത് ഫാഇലാത്തു എന്ന് കാണാവുന്നതാണ്. അതായത് കഫ് ബാധിച്ചിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള വസ്നാണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫമാ അറ എന്നിവരെയുള്ള ഭാഗത്ത് മഫാഇലുൻ എന്നും കാണാവുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖബ്ൽ ബാധിച്ചിട്ടുള്ള മഫാഇലുൻ എന്നുള്ള വസ്നാണ്. അത് കഴിഞ്ഞിട്ട് മിസ്ല സൈദിൻ എന്നുള്ളിടത്ത് ഫാഇലാത്തുൻ എന്ന് നല്ലതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ
ഒന്ന് മഫായിലുൻ എന്ന് ഖബല് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതുപോലെ ഫായിലാത്തു എന്ന് കഫും ബാധിച്ചതായിട്ട് നമുക്ക് ആ ബൈത്തിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മുളാരി എന്നുള്ള ബഹറിലെ ഇടയിൽ വരുന്ന സിഹാഫുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ വർക്ക് അതിന് താഴെ നൽകുന്നുണ്ട്. ഖത്ഇൽ ആതിയൈനി വബയ്യിനിൽ അറൂള വല്ലർബ ഫീഹിമ. മുളാരി എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള 2 ബൈത്തുകളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഇദാ ദനാ മിൻക ശിബ്റ ഫഅദ്നിഹി മിൻക ബാഅ. ഓക്കെ, ഫഇൻ തദ്നു മിൻഹു ശിബ്റ യുഖർരിബുക മിൻഹു ബാഅ എന്നുള്ള ആ 2 ബൈത്തുകളും നിങ്ങളൊന്ന് സ്വന്തമായിട്ട് തഖ്തിഅ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അസാലിസ അഷറ, 13ാമത്തെ ബഹ്റാണ്. അതിൻ്റെ പേര് അൽ മുഖ്തലബു എന്നാണ്. ഓക്കെ, വ അജ്സാഉഹു. മുഖ്തലബ് എന്നുള്ള ബഹ്ർ ഉണ്ടായിത്തീരുന്ന ജുസ്ഉകൾ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മറത്തൈനി, 2 പ്രാവശ്യം മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ എന്ന് പറയുന്നതാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മജ്സൂഉൻ വുജൂബൻ, നിർബന്ധമായിട്ടും മജ്സൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 1ാമത്തെയും 2ാമത്തെയും മിസ്റയിലെ അവസാനത്തെ ജുസ് കളയപ്പെട്ടതായിരിക്കും. ഓക്കെ, ഇനി വഅറൂലുഹു വാഹിദത്തുൻ മത്വിയ്യത്തുൻ. അതിലുള്ള അറൂല് ഒരു രൂപത്തിലേ വരികയുള്ളൂ, അത് തന്നെ ത്വയ്യ് ബാധിച്ചതായിരിക്കും. നമുക്കറിയാം മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ എന്നുള്ളതിൽ മജ്സൂ ആക്കിയാൽ പിന്നീടത് മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടുത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളതാണ് അറൂലായിട്ട് വരുന്നത്. അതിൽ തന്നെ ത്വയ്യ് ബാധിച്ചാലോ? ത്വയ്യ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫുർ റാബിഇ സാക്കിൻ അല്ലേ, സാക്കിനായിട്ടുള്ള 4ാമത്തെ ആ ഫാഇനെ കളയുന്നതിനെ കുറിച്ചാണ്. മുസ്തഇലുൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ത്വയ്യ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ന് മുഫ്തഇലുൻ എന്നുള്ളതാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അങ്ങനെയായിരിക്കും അറൂല് വരുന്നത്. വലർബുഹാ മിസ്ലുഹാ, ഇങ്ങനെ വരുന്ന അറൂലിനോടൊപ്പമുള്ള ലർബ് ആ അറൂലിനെ പോലെ തന്നെയായിരിക്കും. ത്വയ്യ് ബാധിച്ചിട്ടുള്ള മുഫ്തഇലുൻ എന്നുള്ള വസ്നിൽ തന്നെയായിരിക്കും. വബൈതുഹു, അതിൻ്റെ ബൈത്തൊന്ന് നോക്കാം. അഖ്ബലത് ഫലാഹ ലഹാ നികസ്സബജി എന്നുള്ളതാണ് മുഖ്തലബിൻ്റെ ബൈത്തായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് അഖ്ബലത് ഫ എന്ന് വരെയുള്ള ആ ഫ വരെയുള്ള ഭാഗത്തെ നമുക്ക് ആദ്യത്തെ മഫ്ഊലാത്തു എന്ന് കണക്കാക്കാവുന്നതാണ്. അവിടെ നമ്മൾ ബൈത്ത് പാടുമ്പോൾ അഖ്ബ എന്നുള്ള ആ ബാഇന് ശേഷം ഒരു അലിഫ് കൂടി സങ്കല്പിച്ച് കൊടുത്താലേ ബൈത്ത് ശരിയാവുകയുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാഹ ലഹ എന്നുള്ളിടത്ത് നമുക്ക് മുസ്തഫ്ഇലുൻ എന്നുള്ളതിൽ ത്വയ്യ് ബാധിച്ച മുഫ്തഇലുൻ എന്ന് കാണാവുന്നതാണ് ലാഹ ലഹ എന്നുള്ളിടത്ത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത് അറൂലിൽ ത്വയ്യ് ബാധിച്ചിട്ടുണ്ടാകും. മുഫ്തഇലുൻ എന്നുള്ള വസനിലാണ് ഇവിടെ അറൂല് വരുന്നത് എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് അരീലാനി. ഓക്കെ, അവിടെ നമുക്ക് അടുത്ത മഫ്ഊലാത്തു എന്ന് കാണാവുന്നതാണ്. അവിടെ ആ റാഇന് ശേഷം ബൈത്തിന് വേണ്ടിയിട്ട് ഒരു സാക്കിനായിട്ടുള്ള യാ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കണം. അരീലാനി എന്ന് പറഞ്ഞാൽ അത് ബൈത്ത് പാടാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കസ്സബജി എന്നുള്ള ഭാഗം അടുത്ത മുഫ്തഇലുൻ എന്നും നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ആ ജീമിന് ശേഷം ഒരു യാ കൂടി നമ്മൾ ബൈത്ത് അവസാനിപ്പിക്കുമ്പോൾ നീട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിക്കുമ്പോൾ നമുക്കവിടെ മുസ്തഫ്ഇലുൻ എന്നുള്ളതിൽ ത്വയ്യ് ബാധിച്ച മുഫ്തഇലുൻ എന്നുള്ള വസ്ന് കാണാവുന്നതാണ്. ഓക്കെ, ഇനി അതിന് താഴെ 2ാം നമ്പറിൽ നമുക്ക് മുഖ്തലബ് എന്നുള്ള ബഹറിൽ സംഭവിക്കുന്ന സിഹാഫുകളെ കാണാവുന്നതാണ്. ഓക്കെ, സിഹാഫുൽ ഖബ്നു വത്വയ്യു. ഈ മുഖ്തലബ് എന്നുള്ള ബൈത്തിൽ എന്നുള്ള ബഹറിലുണ്ടാകുന്ന സിഹാഫ് ഖബനും ത്വയ്യുമാണ്. ഖബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാനി സാക്കിൻ, സാക്കിനായിട്ടുള്ള 2ാമത്തെ ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബന് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് മഫ്ഊലാത്തു എന്നുള്ളത് മഊലാത്തു എന്നാകുന്ന, അതായത് മഫായിലു എന്നുള്ള വസനിലാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബന് എന്ന് പറയുന്നത്. എന്നുള്ളതുപോലെ മുസ്തഫ്ഇലുൻ എന്നുള്ളത് മുതഫ്ഇലുൻ എന്നാകുന്ന, അതായത് മഫായിലുൻ എന്നാകുന്ന രൂപത്തെക്കുറിച്ചാണ് നമ്മൾ ഖബന് എന്ന് പറയുന്നത്. ഓക്കെ, ത്വയ്യ് എന്ന് പറഞ്ഞാലോ ഹദ്ഫുർ റാബിഇ സാക്കിനാണ്, 4ാമത്തെ സുകൂനായിട്ടുള്ള ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ് ഇത് പറയാം. ഓക്കെ, ഏതായാലും ഖബനും ത്വയ്യും ഇടയിൽ സംഭവിച്ചിട്ടുള്ള മുഖ്തലബ് എന്നുള്ള ഒരു മുഖ്തലബ് എന്നുള്ള ബഹറിലുള്ള ബൈത്താണ് താഴെ നൽകിയിട്ടുള്ളത്. ഒന്ന് നോക്കുക. താന മുബഷിറുന ബിൽ ബയാനി വന്നുദുരി. ഓക്കെ, എന്നുള്ളതാണ് ആ ബൈത്ത്. അപ്പോൾ അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം.
ആദ്യമായി അതാന മു എന്ന് വരെയുള്ള ഭാഗം, ആ മീമ് വരെയുള്ള ഭാഗത്തെ നമുക്ക് ആദ്യത്തെ മഊലാത്തു എന്നുള്ള വസനിൽ കാണാവുന്നതാണ്. ഓക്കെ, അതാന മു എന്ന് വരെയുള്ള ഭാഗത്തെ മഊലാത്തു എന്നുള്ള വസനിൽ കാണാവുന്നതാണ്. അതായത് ഖബിന് ബാധിച്ചിട്ടുള്ള മഫ്ഊലാത്തു എന്നുള്ള വസനിലാണത് വരുന്നത്. ഓക്കെ, അതായത് മഫാഇലു എന്നുള്ള വസനിലാണത് വരുന്നത് എന്നർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബഷിറുന എന്നുള്ളത് മുസ്തഇലുൻ എന്നുള്ള വസനിൽ, അതായത് ഖബിന് ബാധിച്ചിട്ടുള്ള ത്വയ്യ് ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനായിട്ട് കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ മുസ്തഫ്ഇലുൻ എന്നുള്ളതിൽ ഖബിന് ബാധിച്ചാൽ അത് മുസ്തഇലുൻ എന്നായിട്ട് മാറും, മുഫ്തഇലുൻ എന്നുള്ള വസനായിട്ട് മാറും. അങ്ങനെ തന്നെയാണ് ഇവിടെ ബഷിറുന എന്നുള്ള ആ ബൈത്തിലെ ഭാഗം വന്നിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബിൽ ബയാനി എന്നുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ബിൽ ബയാനി എന്നുള്ളത് മഫ്ഉലാത്തു എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, മഫ്ഉലാത്തു എന്ന് പറഞ്ഞാൽ ത്വയ്യ് ബാധിച്ചിട്ടുള്ള മഫ്ഉലാത്തു എന്നുള്ള വസനാണ്. അത് ഫാഇലാത്തു എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ബിൽ ബയാനി എന്നുള്ളത് ഫാഇലാത്തു എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വന്നുദുരി എന്നുള്ള അവസാനത്തെ ഭാഗം, വന്നുദുരി എന്നുള്ള ഭാഗം മുസ്തഇലുൻ എന്നുള്ള വസനിലാണ് വന്നിട്ടുള്ളത്. അതായത് ത്വയ്യ് ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനാണ്. മുഫ്തഇലുൻ എന്നുള്ള ഉപയോഗിക്കുന്ന സീഗയാണ് വന്നുദുരി എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വെക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈത്തോടു കൂടെ ഈ മുഖ്തലബ് എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള ഒരു ബൈത്തിൻ്റെ ഇടയിൽ ഖബന് ത്വയ്യ് എന്നുള്ള സിഹാഫുകൾ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നർത്ഥം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചെറിയ വർക്കുകളാണ് താഴെയുള്ളത്. ഖത്ഇൽ ആതിയൈനി, താഴെ വന്നിട്ടുള്ള രണ്ട് ബൈത്തുകളെ തഖ്തിഅ ചെയ്യുക. വദ്കുരി തഗ്യീറ ഫിൽ അറൂദി വൽ ദർബി, അറൂദിലും ദർബിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ കൂടി പറയുക എന്നതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ബൈത്തുകൾ ഒന്ന് വായിച്ചു നോക്കാം. ഹൽ അലിയ വൈഹകുമാ ഇൻ ലഹൗതു മിൻ ഹറജിൻ യഖൂലൂന ലാ യഇദു വഹും യദ്ഫിനൂനഹും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബൈത്തുകളും കൂടെ നിങ്ങൾ മുഖ്തലബ് എന്നുള്ള ബഹറിനനുസരിച്ച് തഖ്തിഅ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 14ാമത്തെ ബഹറാണ് അറാബിഅ അശറ, 14ാമത്തെ ബഹർ അൽ മുജ്തസ്സു. മുജ്തസ് എന്നാണ് ബഹറിൻ്റെ പേര്. ഓക്കെ, വ അജ്സാഉഹു മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ മറത്തൈനി, രണ്ട് പ്രാവശ്യം മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ എന്ന് പറയുന്ന രീതിയാണ് മുജ്തസ് എന്നുള്ള ബഹറിനുള്ളത്. ഓക്കെ, അതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകതയുണ്ട്. മജ്സൂഉൻ വുജൂബൻ, നിർബന്ധമായിട്ടും മജ്സൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് മിസ്രയിലെയും അവസാനത്തെ ജുസ് കളയപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ, മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ എന്നുള്ള രൂപം മാത്രമേ ഈ ബൈത്തിൽ മുജ്തസ് എന്നുള്ള ബഹറിൽ വരുന്ന ബൈത്തിൽ നമുക്ക് കാണാൻ സാധ്യമായിട്ടുള്ളൂ. വഅറൂലുഹു വാഹിദത്തുൻ സ്വഹീഹത്തുൻ, വഅറൂലുഹു ഇങ്ങനെ വരുന്ന മുജ്തസിന് വരുന്ന അറൂലിൻ്റെ രൂപം വാഹിദത്തുൻ ഒന്ന് മാത്രമേയുള്ളൂ, സ്വഹീഹത്തുൻ അത് യാതൊരു കുഴപ്പവുമില്ലാത്തതായിരിക്കും. ഫാഇലാത്തുൻ എന്നുള്ള അറൂലിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. വലർബുഹ മിസ്ലുഹ, ഇങ്ങനെ വരുന്ന അറൂലിനോടൊപ്പമുള്ള ലർബ് അത് അറൂലിനെ പോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വഹീഹത്ത് തന്നെയായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി വബൈത്തുഹു, ഇങ്ങനെ മുജ്തസ് എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള ബൈത്താണ് താഴെ നൽകിയിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. അൽബത്നു മിൻഹാ ഖമീസുൻ വൽ വജ്ഹു മിസ്ലുൽ ഹിലാലി എന്നുള്ളതാണ് മുജ്തസ് എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള ബൈത്ത്. അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് അൽബത്നു മിൻ എന്ന് വരെയുള്ള സാക്കിനായ നൂന് വരെയുള്ള ഭാഗത്തെ നമുക്ക് ആദ്യമായിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹാ ഖമീസുൻ എന്നുള്ളത് രണ്ടാമത്തെ ജുസ് ആയിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള സിഹാഫോ ഇല്ലത്തോ എന്നും അതിൽ വന്നിട്ടില്ല, സ്വഹീഹത്താണ് എന്നർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞ് വൽ വജ്ഹു മിസ് എന്ന് വരെയുള്ള സാക്കിനായിട്ടുള്ള സാ വരെയുള്ള ഭാഗത്തെ നമുക്ക് അടുത്ത മുസ്തഫ്ഇലുൻ എന്നും വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലുൽ ഹിലാലി എന്നുള്ള അവസാനത്തെ ഭാഗത്തെ ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിലും വെക്കാവുന്നതാണ്. ഓക്കെ, അവിടെ ലാമിന് ശേഷം, അവസാനത്തെ ലാമിന് ശേഷം നമ്മൾ ബൈത്ത് അവസാനിപ്പിക്കുമ്പോൾ നീട്ടാറുള്ള ആ യാ കൂടി നമ്മൾ സങ്കല്പിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കാം. വയൽഹഖഹു, ഈ മുജ്തസ് എന്നുള്ള ബഹറിനോട് ചേർന്ന് വരാറുണ്ട് അത്തശ്ഈസു, തശ്ഈസ് ചേർന്ന് വരാറുണ്ട്.
തശ്ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ഫാഇലാത്തുൻ എന്നുള്ള ഒരു വസനിനെ മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലേക്ക് ആക്കുന്നതിനെ കുറിച്ചാണ് തശ്ഈസ് എന്ന് നമ്മൾ പറയാറുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചതുമാണ്. ഓക്കെ, അപ്പോൾ മുജ്തസ് എന്നുള്ള ബഹറിൽ ഫാഇലാത്തുൻ എന്ന് വരുന്നുണ്ട്. ആ ഫാഇലാത്തുൻ എന്നുള്ളതിനെ മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലേക്ക് ആക്കിയിട്ട് മുജ്തസ് എന്നുള്ള ബഹർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ ബൈത്താണ് താഴെ നൽകിയിട്ടുള്ളത്. എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, അത് നമുക്ക് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ലിം ലാ യഈ എന്ന് വരെയുള്ള ഭാഗം, ലിം ലാ യഈ എന്നുള്ള ഭാഗത്ത് നമുക്ക് മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മാ അഖൂലു എന്നുള്ളതിനെ നമുക്ക് ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ദസ്സയ്യിദുൽ എന്ന് വരെയുള്ള ആ സാക്കിനായിട്ടുള്ള ലാമ് ഉൾപ്പെടെയുള്ള ഭാഗത്തെ അടുത്ത മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള മഅ്മൂലു എന്നുള്ളത് ശ്രദ്ധിക്കുക. അവിടെ സത്യത്തിൽ ഫാഇലാത്തുൻ എന്നുള്ള വസനായിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ അത് മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അവിടെയാണ് നമുക്കിവിടെ തശ്ഈസ് കാണാൻ കഴിയുന്നത് എന്നർത്ഥം. ഓക്കെ, മഅ്മൂലു എന്നുള്ളിടത്ത് ആ ലാമിന് ശേഷം, അവസാനത്തെ ലാമിന് ശേഷം നമ്മൾ ബൈത്തിൽ സാധാരണ ചെയ്യാറുള്ള വാവ് കൊടുത്തിട്ട് നീട്ടി കൊടുക്കണം, എങ്കിലാണ് മഫ്ഊലുൻ എന്നുള്ള വസൻ ഇവിടെ പൂർത്തിയാകുന്നത്. ഓക്കെ, ഏതായാലും മുജ്തസ് എന്നുള്ള 14ാമത്തെ ബഹറും ഇതോടെ കഴിയുന്നു. ഇനി അതിന് താഴെ നോക്കിയാൽ 3ാമത്തെ നമ്പറിൽ നമുക്ക് മുജ്തസ് എന്നുള്ള ബഹറിൽ വന്നേക്കാവുന്ന സിഹാഫുകളെ കൂടി കാണാവുന്നതാണ്. ഓക്കെ, സിഹാഫുൽ ഖബ്നു വൽ കഫു വശക്കലു. ഓക്കെ, മുജ്തസ് എന്നുള്ള ബഹറിൽ ഇടക്ക് വരാറുള്ള സിഹാഫുകൾ ഏതൊക്കെയാണ്? ഖബനാണ്. ഖബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാനി സാക്കിൻ. ഓക്കെ, വൽ കഫ്, കഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാബിഇ സാക്കിൻ അല്ലേ. ഇനി വശക്കലു, ഷക്കൽ എന്ന് പറഞ്ഞാൽ ഖബനും കഫും കൂടെ ചേർന്നിട്ടുള്ളതിനാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഏതായാലും നമുക്ക് അവ ഓരോന്നിൻ്റെയും ഓരോ ഉദാഹരണങ്ങൾ കൂടി ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ഫൽ ഖബനു, ഖബന് വന്നതായിട്ടുള്ള ബൈത്താണ് ആദ്യമായിട്ട് വരുന്നത്. വലു അലഖ്ത ബിസൽമ അലിംത അൻ സതമൂതു. ഓക്കെ, എന്നുള്ളതാണ് ആ ബൈത്ത്. അത് ഒന്ന് തഖ്തിഅ ചെയ്ത് നോക്കിയാൽ ആദ്യമായിട്ട് വലു അലിഖ് എന്ന് വരെയുള്ള ഭാഗത്ത്, സാക്കിനായിട്ടുള്ള ഖാഫ് വരെയുള്ള ഭാഗത്ത് നമുക്ക് മഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. അതായത് എങ്ങനെ ഖബന് ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനാണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തബിസൽമ എന്ന് വരെയുള്ള, അതായത് ആ മിസ്റഇൻ്റെ 2ാമത്തെ ഭാഗം തബിസൽമ എന്നുള്ളത് ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. ഖബന് ബാധിച്ചിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള വസനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അലിംത അൻ എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് മഫാഇലുൻ എന്നുള്ള രൂപത്തിൽ കാണാവുന്നതാണ്. ഖബന് സംഭവിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനാണ്. അത് കഴിഞ്ഞിട്ട് സതമൂതു എന്നുള്ളതും ഫഇലാത്തുൻ എന്നുള്ള രൂപത്തിൽ കാണാം. അവിടെയും ഫാഇലാത്തുൻ എന്നുള്ള വസനിൽ എന്ത് സംഭവിച്ചതാണ്? ഖബന് സംഭവിച്ചതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വൽ കഫു, കഫും വരാറുണ്ട്. ബൈത്തുഹു, ഇനി കഫ് വന്ന ബൈത്താണ് ഇനിയുള്ളത്. കഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാബിഇ സാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാം. അപ്പോൾ മുസ്തഫ്ഇലുൻ എന്നുള്ളതിനെ മുസ്തഫ്ഇലു എന്നാക്കുന്നതിനെ കുറിച്ചാണ്. എന്നുള്ളതുപോലെ ഫാഇലാത്തുൻ എന്നുള്ളതിനെ ഫാഇലാത്തു എന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഫ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അതിൻ്റെ ബൈത്ത് മാ കാന അത്വാഉഹുന്ന ഇല്ലാ ഇദതൻ ളിമാറൻ എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, അത് നമുക്ക് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് മാക്കാന അ എന്ന് വരെയുള്ള ഐന് വരെയുള്ള ഭാഗത്ത് നമുക്ക് മുസ്തഫ്ഇലു എന്ന് കാണാവുന്നതാണ്. അതായത് 7ാമത്തെ സാക്കിനായിട്ടുള്ള നൂനിനെ കളയപ്പെട്ടിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ത്വാഉഹുന്ന എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഫാഇലാത്തു എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതായത് കഫ് ബാധിച്ചിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള വസനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇല്ലാ ഇദ എന്നുള്ളത് അടുത്ത മുസ്തഫ്ഇലു എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് തൻളിമാറൻ എന്നുള്ളത് സാധാരണ രീതിയിൽ തന്നെ ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് കഫ് കാണാൻ സാധ്യമല്ല. അതല്ലാത്ത 3 ഭാഗത്തും നമുക്ക് കഫ് കാണാവുന്നതാണ്. ഹദ്ഫു സാബിഇ സാക്കിൻ എന്നുള്ള കാര്യം കാണാവുന്നതാണ്.
ഓക്കെ, ഇനി മൂന്നാമത്തെ സിഹാഫ് പറയുന്ന രൂപം നോക്കാം. വഷക്കിലു, ഷക്കിലും വരാറുണ്ട്. ഷക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹബിനും കഫും കൂടെ ചേർന്നതിനെ കുറിച്ചാണ്. അതായത് രണ്ടാമത്തെ സാക്കിനെയും ഏഴാമത്തെ സാക്കിനെയും കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഷക്കിൽ എന്ന് പറയാറുള്ളത്. ഓക്കെ, അതായത് മുസ്തഫ്ഇലുൻ എന്നുള്ളത് മുതഫ്ഇലു എന്നുള്ള രൂപത്തിലാകുന്ന മഫാഇലു എന്നുള്ള വസനിലേക്കാകുന്ന രൂപമാണത് എന്നുള്ളതുപോലെ ഫാഇലാത്തുൻ എന്നുള്ളതിൽ ഫാഇന് ശേഷമുള്ള അലിഫും അവസാനത്തുള്ള നൂനും കളഞ്ഞിട്ട് ഫഇലാത്തു എന്നുള്ള രൂപത്തിലേക്കാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഷക്കിൽ എന്ന് പറയുന്നത്. ഏതായാലും ഷക്കിൽ വന്നിട്ടുള്ള മുജ്തസ് എന്നുള്ള ബഹറിൽ വന്ന ഒരു ബൈത്താണ് അവസാനമായിട്ട് ആ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വഷക്കലു ബൈത്തുഹു, അതിൻ്റെ ബൈത്ത് ഉലായിക ഖൈറു ഖൗമിൻ ഇദാ ദുക്കിറൽ ഖിയാറു. ഓക്കെ, അതൊന്ന് നമുക്ക് തഖ്തിഅ ചെയ്തു നോക്കാം. ആദ്യമായിട്ട് ഉലായിക എന്നുള്ളിടത്ത് മഫാഇലു എന്ന് കാണാവുന്നതാണ്. അതായത് ഷക്കിൽ ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഖൈറു ഖൗമിൻ എന്നുള്ളിടത്ത് ഫാഇലാത്തുൻ എന്നുള്ളത് നല്ലതുപോലെ നമുക്ക് കാണാവുന്നതാണ്. അവിടെ ഫാഇലാത്തുൻ എന്നുള്ളതിന് ഒരു സിഹാഫൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇദാ ദുക്കി എന്നുള്ള ആ കാഫ് വരെയുള്ള ഭാഗത്ത് അടുത്ത മഫാഇലു എന്ന് കാണാവുന്നതാണ്. ഷക്കിൽ ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനാണത്. പിന്നീട് അവസാനത്തുള്ള റൽ ഖിയാറു എന്നുള്ളിടത്തും ഫാഇലാത്തുൻ എന്ന് നല്ലതുപോലെ നമുക്ക് കാണാവുന്നതാണ്. അതായത് ഈ ഷക്കിൽ എന്നുള്ള ഭാഗം വരുന്നത് പ്രധാനമായിട്ടും മുസ്തഫ്ഇലുൻ എന്നുള്ള ജുസ്ഇലാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഷക്കിലിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് മുജ്തസ് എന്നുള്ള ബഹറിൽ വന്നേക്കാവുന്ന ഇടക്ക് വന്നേക്കാവുന്ന സിഹാഫുകളും നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ചെറിയ വർക്കാണ്. ഖത്ഇഉൽ ആതിയത വദ്കുർ മാ ഫീഹാ മിന തഗ്യീരി. താഴെയുള്ള ബൈത്തുകളെല്ലാം തഖ്തിഅ ചെയ്യുക, എന്നിട്ട് അതിലുള്ള തഗ്യീറുകൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആ ബൈത്തുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ജിന്നുൻ ഹബബിന ബിലൈലിൻ യന്തുബിന സയ്യിദഹുന്ന. രണ്ടാമത്തത് അലദ്ദിയാരിൽ ഖിഫാരി വന്നുഇ വൽ അഹ്ജാരി. മൂന്നാമത്തത് വൈലി ലഖദ് ത്വാല കർബി ഹസ്ബി മിനൽ ഹുബ്ബി ഹസ്ബി. നാലാമത്തത് യാമൻ ഇലൈഹിൽ ഫിറാറു മാലി മിനൽ ഹുബ്ബി ജാറുൻ. ഓക്കെ, അപ്പോൾ ഈ 4 ബൈത്തുകളും മുജ്തസ് എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ളതാണ്. ഈ 4 ബൈത്തുകളും നിങ്ങൾ സ്വന്തമായിട്ട് തഖ്തിഅ ചെയ്ത് നോക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ബഹറുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.